400 രൂപ ഒരു കൂട്ടം കരിയാപ്പിലേക്ക് കിട്ടുക പറഞ്ഞാൽ നമ്മൾ കൊച്ചുകാരിയല്ല, നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റുന്നൊരു കാര്യമല്ല. ഈ 3 ചെടിയിലേ പറ്റുള്ളൂ. 7 കിലോ കിട്ടി. 7 കിലോ അപ്പോൾ 700 രൂപയ്ക്ക് ഇന്ന് വിറ്റ്. പറയുന്നതിൻ്റെ തെളിവാണ് ഞാൻ ഈ കാണിക്കുന്നത്. നമുക്കിതിന് വേണ്ടുന്നത് എന്താണ്? അരിയല്ല വേണ്ടുന്നത്, നമുക്കിതിൻ്റെ ഇലയാണ് വേണ്ടുന്നത്. നമുക്ക് പ്രത്യേകിച്ച് ഇതിന് വളങ്ങളൊന്നും വേറെ ഇതിന് ചെയ്യാറില്ല. പലരും ചോദിച്ചു ഇതിൻ്റെ വിത്ത് കിട്ടുന്നുണ്ടോ, തൈ കിട്ടുന്നുണ്ടോ. നമ്മളിതൊന്നുമില്ല, വളരെ നിസ്സാരവൽക്കരിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. വീട്ടാവശ്യത്തിന് ഒടിക്കുന്ന അല്ലാതെ ഇത് ഒരു മാർക്കറ്റിംഗ് ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരെല്ലാവരും ചോദിച്ചൊരു ഒറ്റ അഭിപ്രായം, ഇതിൻ്റെ നടുന്ന രീതി ഒന്ന് കാണിച്ചിട്ടില്ല, പറഞ്ഞില്ല എന്നുള്ളതായിരുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര നെടുവത്തൂർ വല്ലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടി കാണും വേപ്പിലയെക്കുറിച്ചാണ്. വേപ്പില നമുക്ക് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റിയൊരു കാര്യമല്ല. എല്ലാ വീട്ടിലും അത്യന്താപേക്ഷിതമായിട്ട് വേണ്ട ഒരു ഘടകമാണ് വേപ്പില എന്നുള്ളത്. അപ്പോൾ ആ കറിവേപ്പില വളരെ വിഷരഹിതമായിട്ട് വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന സുന്ദരൻ എന്ന് പറയുന്ന ചേട്ടൻ്റെ വേപ്പില തോട്ടത്തിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ സുന്ദരൻ ചേട്ടൻ നമുക്ക് പരിചയപ്പെടാം, അത് നടുന്ന രീതികളെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം, അതുപോലെ തന്നെ ഇതിൻ്റെ വിപണന സാധ്യതകളെ കുറിച്ച് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. സുന്ദരൻ ചേട്ടൻ അവിടെയുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. സുന്ദരൻ ചേട്ടൻ നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇതാണ് സുന്ദരൻ ചേട്ടൻ. വിഷരഹിതമായി വേപ്പില നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ്. വല്ലം എന്ന് പറഞ്ഞ സ്ഥലത്ത് നല്ലൊരു കർഷകനാണ് സുന്ദരൻ ചേട്ടൻ. സുന്ദരൻ ചേട്ടൻ്റെ വീഡിയോ ഞാൻ നേരത്തെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ വലിയൊരു ആഗ്രഹം തോന്നി നമ്മുടെ ചാനലിലും അതിനെപ്പറ്റി ഒന്ന് ഷെയർ ചെയ്യണമെന്ന്. അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് സുന്ദരൻ ചേട്ടനെ വിളിച്ചു, സന്തോഷപൂർവ്വം നമ്മൾ സ്വാഗതം ചെയ്തു. അപ്പോൾ നമുക്കിന്ന് ഈ വേപ്പിൽ നടുന്ന രീതികളും അതിൻ്റെ ഒരു വിപണന രീതികളും അതിൻ്റെ ഒരു എങ്ങനെയൊക്കെയാണ് ചേട്ടൻ ഇത്രത്തോളം ഇത് വിജയിപ്പിച്ചെടുത്തത് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞുതരാം. നമുക്ക് അറിയാവുന്ന എല്ലാം പറഞ്ഞുതരാം. ഓക്കെ, അറിയാവുന്ന എല്ലാ കാര്യം പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരെല്ലാവരും ചോദിച്ചൊരു ഒറ്റ അഭിപ്രായം, ഇതിൻ്റെ നടുന്ന രീതി ഒന്ന് കാണിച്ചിട്ടില്ല, പറഞ്ഞില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മളതിൻ്റെ ആ തടം എടുത്തിട്ടേക്കും, അതിനകത്ത് വളമിട്ടിട്ടുണ്ട്. ആ തടം എടുത്തിട്ട് നമ്മൾ കക്കാപ്പൊടി ഇട്ട് വെച്ചിരുന്ന, ഇനി നമ്മളെ ചാണകപ്പൊടി എല്ലുപൊടി എല്ലാം കൂടി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിനെ ഒന്ന് വെട്ടി അറിയുന്ന ഒരു ഇതാണ് കാണിക്കുന്നത്. നല്ല നന്നായിട്ട് ഇതുമായിട്ട് വെട്ടി അങ്ങ് മിക്സ് ചെയ്യും. ചാണകപ്പൊടി അതിനകത്ത് ഇട്ടേക്കുന്നത്. ഇല്ല, ഇതിനകത്തൊരു ചെറിയ കുത്തി ഇത് വേറെ എങ്ങൊന്നുമല്ല, ഈ ചെടികളിൽ നിന്നുള്ള ഇതിൻ്റെ വേരിൽ നിന്ന് ഇളക്കിയത് മാത്രമാണ്. ഇതിൻ്റെ വേരിനകത്ത് ഇവിടെ നിന്ന് പോണ്ട്, ഇതെല്ലാം വീണങ്ങനെ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് എടുത്ത് വേര് പിടിപ്പിച്ചെടുത്താൽ, അപ്പോൾ അത് ഈ ചട്ടിയിലായതുകൊണ്ട് നമുക്ക് ഒരു തട്ട് കൊടുത്താൽ സിമ്പിളായിട്ട് ഞൂരി വരും. എന്താ കണ്ടോ, നിറയെ വേരുമായിട്ടിരിക്കുക. ആ മണ്ണങ്ങോട്ട് പാകാതെ അതിനകത്തോട്ട് വെച്ച് ഇതാ ഇത്രയേ ഉള്ളൂ നടിയിൽ രീതി കറക്റ്റായി. കാരണം ഇനി അത് യാതൊരു കുഴപ്പമില്ല, ഇനി ഞാൻ വളർന്നു പോകുന്നുള്ളൂ. ഇതിൽ ചെയ്തേക്കുന്ന വളം എന്തൊക്കെയായിരുന്നു എന്ന് പറയാമോ? ഇത് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക്. നമ്മൾ ആദ്യം കുഴി എടുത്തിട്ടിട്ട് അതിനകത്ത് ഈ കക്കാപ്പൊടി ഇട്ട് ഒരാഴ്ച സമയം ഇട്ടേക്കണം. എന്നുവെച്ചാൽ മണ്ണിൻ്റെ പുളിപ്പും മറ്റേതെല്ലാം പോകാനായിട്ട്. പലരും ചോദിച്ചു ഇതിൻ്റെ വിത്ത് കിട്ടുന്നുണ്ടോ, തൈ കിട്ടുന്നുണ്ടോ. നമ്മളിതൊന്നുമില്ല, വളരെ നിസ്സാരവൽക്കരിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ എടുത്തിട്ട മിശ്രിതം വളത്തിനകത്ത് ഇതിട്ട് ആ വേരിനകത്തോട്ട് അത് വെച്ചിട്ട് നിറച്ച് മണ്ണിടുക. വളം ചേർത്ത മണ്ണാണ്. നമ്മളിപ്പോൾ ഇതെടുത്തെങ്കിൽ ഇതാണ് ഇതിൻ്റെ നടിയിൽ രീതി. പക്ഷേ നടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ചെയ്യണം, ഇതുപോലെ കിളിർന്ന സമയത്ത് എടുക്കരുത്. ഇപ്പം തളിർത്ത് നിൽക്കുക, അപ്പോൾ എടുക്കാൻ പാടില്ല. അത് മുറ്റുന്ന സമയമാകുമ്പോൾ എടുക്കുക. ഈ തളിരെന്ന് പറയുന്നത് ഇതങ്ങ് ഇതായിപ്പോവും, ഈ തളിര് വാടിപ്പോവും. ഇതെല്ലാം കഴിഞ്ഞ ആഴ്ച വെട്ടിയതാണ്. ഇത് കഴിഞ്ഞ ആഴ്ച വെട്ടിയതാണ്. ഇത് 3ാമത്തെ ആഴ്ചയാണ്. ഇതിപ്പോൾ ഈ ഇപ്പോൾ ഇന്ന് വെട്ടിയത് അവിടെ ഉണ്ട്. ഇത് കഴിഞ്ഞ ആഴ്ച വെട്ടിയത്, ഇത് അതിൻ്റെ 50 ആഴ്ച. അപ്പോൾ കണ്ടോ, നമ്മൾ വെട്ടിയതിൻ്റെ ഒരു ഗുണം കണ്ടോ. നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പം ഒരു കമ്പയിൽ നിന്ന് കട്ട് ചെയ്താൽ എത്ര ശിഖരമാണ് വരുന്നതെന്നുണ്ടോ. ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് നമ്മൾ കട്ട് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാരണം, ഇത് നമ്മൾ ഒടിക്കാം. ഒരാൾ വന്നാൽ നമ്മൾ വീട്ടിൽ സാധാരണ ചെയ്യുന്ന ഒടിക്കുക. അത് വെച്ചാൽ നമ്മൾ കത്രി ഉപയോഗിക്കുന്നില്ല. ഇത് ഒടിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഒടിക്കും. കണ്ടോ, ഒടിച്ചാൽ നമുക്ക് ഇങ്ങനെ ഇരിഞ്ഞേ വരത്തുള്ളൂ. കാണുന്നുണ്ടോ? ഇനി ഇതുകൊണ്ടുള്ള കുഴപ്പം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടോണോ, ഇത് പൊട്ടിയ ഭാഗത്ത് ഇവിടെ വിടർന്ന് ഇങ്ങനെ ഇരിക്കുക. ഈ വെള്ളം വീണ് കഴിഞ്ഞാൽ, മഴവെള്ളം ഇതുപോലെ വീണ് കഴിഞ്ഞാൽ ഇതിനകത്തൂടെ ഇറങ്ങി ഈ കമ്പ് താഴെ അങ്ങോട്ടങ്ങ് ഉണങ്ങാൻ വളരെ എളുപ്പമാണ്. ഈ ചെടി ഉണങ്ങിപ്പോകുന്നതിന് പോലും അത് സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം നമ്മൾ ഒടിച്ചെടുക്കുമ്പോൾ എന്താണ് ഇതേപോലെ ഒടിക്കുന്നത്. കണ്ടോ, ഇത് ചിലപ്പോൾ ഇച്ചിരി കൂടാ ഇച്ചിരി കുറയാം. പക്ഷേ നമ്മൾ ഒടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് മാറി കഴിഞ്ഞാൽ കട്ട് ചെയ്യുക. ഈ സാധനങ്ങൾ ഇത് കണ്ടോ, ഇതിനകത്ത് ഒരു ശകലവും വെള്ളമകത്ത് ഇറങ്ങത്തില്ല. പക്ഷേ ഇവിടുന്ന് ഈ വെള്ളം ഇങ്ങനെ പിടിച്ച് ഇതിൻ്റെ അകത്ത് നിന്നിട്ട് താഴോട്ട് ഇറങ്ങിക്കൊണ്ടേയിരിക്കും.
അതുമായിട്ടുള്ള വ്യത്യാസം അതാണ്. ഒടിക്കരുതെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. ഇപ്പോൾ കറിവേപ്പില എന്നുള്ളത് ചേട്ടനൊരു വ്യവസായ അടിസ്ഥാനത്തിലാണ് ഇതിനെ കാണുന്നത്. അതിൻ്റെ വിപണന സാധ്യതകൾ, വിപണന സാധ്യത പറയുമ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിശയം തോന്നാം. നിങ്ങൾ പലർക്കും അത് അതിശയം തോന്നാം. പലരും പിന്നെ അത് അതിശയമായിട്ട് തോന്നേണ്ട കാര്യമല്ല, പിന്നെ അത് കിട്ടുമെന്ന് ചോദിക്കാൻ വേണ്ട. നമുക്ക് ഒരു പ്രാവശ്യം കിട്ടിയ ഒരു അനുഭവം മാത്രമേ പറയുന്നത്. എനിക്ക് മറ്റേ പുരേടത്തിൽ അപ്പുറത്തെ വേറെ കരപ്പുരേടമുണ്ട്, അവിടെ ഇങ്ങനെ കുറച്ച് കരിയാപ്പ് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറേ ഇലകൾ ഇങ്ങനെ ഒരുപാട് വന്നപ്പോൾ നമുക്ക് വീട്ടാവശ്യത്തിന് ഒടിക്കുന്ന അല്ലാതെ ഇത് ഒരു മാർക്കറ്റിംഗ് ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ വിപണിയിൽ പോയപ്പോൾ എന്തോ ആയാലും കുറച്ച് കരിയാപ്പ് ഒരു കെട്ട് ഒരു 1.5 കിലോയ്ക്ക് വേണ്ടി കെട്ട് ഒടിച്ച് കൊണ്ടുപോയി. എന്നുവെച്ചാൽ അന്ന് കട്ട് ചെയ്യുന്ന കാര്യം എനിക്കറിയത്തില്ല, അന്ന് ഒടിച്ചു കൊണ്ടുപോയി. ഒടിച്ച് വിപണിയിൽ കൊണ്ടുപോയപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 50 രൂപ കിട്ടും. പക്ഷേ അന്നത്തെ ദിവസം വേറെ കരിയാപ്പ് ആർക്കും ഇല്ല, അവിടെ ആ കരിയാപ്പിൽ ആരുടെയും കയ്യിലില്ല. പക്ഷേ ഈ കരിയാപ്പിലേക്ക് എല്ലാവരും ആവശ്യക്കാരായിരുന്നു. അപ്പോൾ ഒരു 100 രൂപ പുള്ളി ലേലം ചെയ്യുന്ന പുള്ളി ഒരു 100 രൂപ വിളിച്ച് പോയത് 400 രൂപ. നമുക്കൊരു കൂട്ടം കരിയാപ്പിലേക്ക്, അപ്പോൾ അതിശയിച്ചു പോയി. 400 രൂപ ഒരു കൂട്ടം കരിയാപ്പിലേക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊച്ചുകാരിയല്ല, നമുക്കങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റുന്നൊരു കാര്യമല്ല. അപ്പോഴും നമ്മുടെ ഇതിൻ്റെ അപ്പുറത്തൊരു ചേട്ടൻ്റെ അങ്ങോട്ട് അവിടെ കാണിച്ച ഒരു വീട്ടിൻ്റെ റോഡ് സൈഡിൽ ഒരു 4 കരിയാപ്പ് നിൽപ്പുണ്ട്, വലിയ മരമായിട്ട് നിൽക്കുക. അപ്പം ഞാൻ നോക്കുമ്പോൾ ആ കരിയാപ്പ് അന്ന് ഒടിക്കുകയെന്നുണ്ടെങ്കിൽ ഒരു 10-15,000 രൂപയുടെ കരിയാപ്പിൽ അതിൽ നിൽപ്പുണ്ട്, കറിവേപ്പില അവിടെ ഉണ്ട്. അപ്പം ഞാൻ ഈ പുള്ളിച്ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടൻ അവിടെ കരിയാപ്പ് നിൽപ്പില്ലയോ, കുറച്ച് ഇല കൊടുക്കാൻ? ഇല്ലില്ല, അവിടെ കരിയാപ്പത്തിൻ്റെ ഇല കൊടുക്കാനില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, നമുക്കിവിടെ പുരേടത്തിൽ അന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ കിട്ടുന്ന ചെടികളുടെ മൂട്ടിലുള്ള തൈകളെല്ലാം വെട്ടി ഇത് കൊണ്ടുവന്ന് വെച്ച്. അതുകൊണ്ട് ശേഷം പിന്നെ നമുക്ക് ആ സമയം കഴിഞ്ഞ് പിന്നെ എല്ലാ പ്രാവശ്യവും കൊടുക്കാൻ നമുക്ക് കുറേശ്ശെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഈ 400 രൂപ പിന്നെ കിട്ടിയിട്ടില്ല. ഇപ്പം നമ്മളൊരു മാർക്കറ്റ് വില ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കിലോയ്ക്ക് 100 രൂപ. നെടുവത്തൂർ വിപണിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് കച്ചവടക്കാരുണ്ട് അവിടെ. അപ്പോൾ അതിന് ഇത് നമ്മൾ കൊണ്ട് വിപണനത്തിന് സാധ്യതയുള്ളവർക്ക് ഇത് ഇഷ്ടം പോലെ ചെയ്യാം. ഇതിനകത്ത് ഒരു കീടശല്യമില്ല. നമ്മൾ വല്ലപ്പോഴും കൊണ്ടുവന്ന് നമ്മളെ പിഷമിനോ ആസിഡ് ഇതിനകത്ത് മാസത്തിലോ ഒരു പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്ന് തളിക്കും. കാരണം വെച്ചാൽ ഇതിൻ്റെ വളർച്ചയ്ക്കും മറ്റ് കീടങ്ങളുടെ ശല്യവും കുറയാനായിട്ട് അതൊരു നല്ലൊരു ഘടകമാണ്. നമ്മളത് ഉണ്ടാക്കിയത് കുറേ തോനെ വെച്ചിട്ടുണ്ട്. അതെന്ത് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്? അത് മത്തി, 1 കിലോ മത്തിക്ക് 1 കിലോ ശർക്കര അതിന് അനുപാതികത്തിൽ മേടിച്ചിട്ട് മത്തി ചെറുതായിട്ട് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് ശർക്കര ഇടിച്ച് പൊടിക്കും. അതൊരളവ് നമ്മളൊരു കണ്ടെയ്നറിനകത്ത് കുറച്ച് മത്തി നിരത്തുക, അതിനൊപ്പം അത്ര അളവിന് ശർക്കര വരിയിടുക, വീണ്ടും അങ്ങനെ ഇടുക. അങ്ങനെ ലെയറായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഏകദേശം 1 മാസത്തോളം അത് അങ്ങനെ വെച്ചിരിക്കണം. വെച്ച് കഴിഞ്ഞിട്ട് അതിന് പിന്നെ അവസാനം ഇത് ഇളക്കി പിഴിഞ്ഞെടുക്കുമ്പോൾ ഈ പിഷമിനോ ആസിഡ് ആവും. അത് വെള്ളം ചേർത്താണോ? അതിനകത്ത് അതൊരു 20 മില്ലിക്ക് 1 ലിറ്റർ വെള്ളം അതിനനുപാതികത്തിൽ കൊണ്ടുവന്ന് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. മറ്റ് കീടത്തിൻ്റെ ഒന്നും അത് ആവശ്യമില്ല. കീടം വന്നാൽ ഇതൊന്നും പോരാ. കീടം വരുന്നതിന് മുമ്പേ നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ്. വരാതെ നമ്മൾ സൂക്ഷിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്വം. ഇതിൻ്റെ തൈകൾ ചേട്ടൻ ഇവിടുന്ന് കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ അയച്ചു കൊടുക്കുന്നില്ല, ഇവിടെ വരുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. അതെ. ചെറിയ തൈക്ക്, ചെറിയ കവറിനകത്തിരിക്കുന്ന തൈക്ക് 50 രൂപയും വലിയ കവറിൽ വെച്ചതിന് 100 രൂപയും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, പതിവ് പോലെ നമ്മുടെ വീഡിയോ ഇന്ന് അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സുന്ദരൻ ചേട്ടൻ്റെ വിശേഷങ്ങളാണ്, വേപ്പിലത്തോട്ടത്തിലെ വിശേഷങ്ങളാണ് നമ്മളിന്ന് ഷെയർ ചെയ്തത്. ചേട്ടൻ്റെ നമ്പർ ഞാൻ കൊടുത്തോട്ടെ? ഓക്കെ. അപ്പോൾ ചേട്ടൻ്റെ നമ്പർ പതിവ് പോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്, കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങളിവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.